ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഹെർബൽ ലൈഫിനെ കുറിച്ചിട്ടാണ്. ഹെർബൽ ലൈഫിനെ കുറിച്ചിട്ട് അനേക വീഡിയോകൾ നെഗറ്റീവ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയ അനുഭവം ഒന്ന് പങ്കുവെക്കാമെന്ന്. ആ ഒരു അനുഭവത്തെ പറ്റി മാത്രമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഹെർബൽ ലൈഫിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ കാര്യങ്ങൾ അസുഖങ്ങളും എല്ലാം ഉപയോഗിച്ചവർക്ക് വരുന്ന എല്ലാ ഒരിത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ എല്ലാം നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോകളെല്ലാം കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു വിഷമം ആവുന്നുണ്ടായിന്. പിന്നെ അത് സത്യമാണോ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. പക്ഷേ ഹെർബൽ ലൈഫിനെ കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് 3 മാസം കഴിയുന്നേ, പക്ഷേ കറക്റ്റായിട്ട് ഞാനത് എടുത്തുകൊണ്ടുണ്ടായിട്ടില്ല. ഇത്രയും ബോട്ടിൽ ഞാൻ കഴിച്ചതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ പോകുന്ന മുന്നിൽ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചുകൊണ്ടുണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൈയും കാലും ജോയിൻ്റ് പെയിന്, അതുപോലെ കൈയെല്ലാം ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങിയ ഒരു ഉറക്കം കഴിയുമ്പോഴത്തേന് പിന്നെ എൻ്റെ കൈ എന്താക്കാൻ പറ്റില്ല, എനിക്ക് നിവർത്താൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് വേദനയും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കൈയെല്ലാം ഇങ്ങനെ നീര് വെച്ചിട്ടുണ്ടാവും. അതുപോലെ ബെഡിൽ നിന്ന് രാവിലെ എണ്ണിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കാലെല്ലാം ഇങ്ങനെ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ എപ്പോഴും എണ്ണിക്കുമ്പോൾ ഞാൻ വേഗം പണി തീർത്തിട്ട് ഉറങ്ങാമെന്നില്ല ആ ചിന്തയോടെ എഴുന്നേൽക്കുന്നത് തന്നെ. രാവിലെ കുട്ടികളെ സ്കൂൾ വിടണം, അപ്പോൾ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്ത് കൊടുത്ത് വീട്ടിലെ പണിയും വേഗം തീർത്തിട്ട് ഉറങ്ങാമെന്ന് എണ്ണിക്കുന്ന തന്നെ ഒരു 8 മണി 7:30 8 മണീൻ്റെ അകത്തായിരിക്കും എണ്ണിക്കുന്നത്. അപ്പോഴും ക്ഷീണം, ഇത്രയും ഉറങ്ങിയിട്ടും ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ എത്രയോ പ്രാവശ്യം ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഭയങ്കര ഉറക്കം, ഏത് സമയവും ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ട് തന്നെ ഏത് സമയം ഞാൻ ഉറങ്ങും എന്ന്. അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉറക്കം നല്ലതാണ്, ഇപ്പോൾ ഉറക്കം ഇല്ലാതെ ആൾക്കാർ ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് ഉറങ്ങുന്നതെന്ന്. അപ്പോൾ ഇത് ഏത് സമയം ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ജോലി ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക, ഉത്സാഹത്തോട് ചെയ്യുമ്പോൾ അല്ലേ നമുക്കതൊരു നല്ലൊരു സന്തോഷം തോന്നുന്നത്. ഏത് സമയവും ഉറക്കം തൂങ്ങിക്കൊണ്ട് ഒരു പണിയും എടുക്കാൻ പറ്റില്ല, മടിയായിരിക്കും, എണ്ണിക്കാൻ തന്നെ ക്ഷീണമായിരിക്കും. അങ്ങനത്തെ അവസ്ഥയിലുള്ള ഒരാൾക്ക് ഇതേ ഉറക്കം പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികൾ അവരെ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്ത് കൊടുക്കണം, അവർ വരുമ്പോൾ അവർക്ക് വേണ്ടുന്നത് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുള്ളപ്പോൾ നമുക്ക് ഏത് സമയം ഉറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു ക്യാമ്പ് മുഖാന്തരമാണ് ഞാൻ ഇങ്ങനെ ഹെർബലിൻ്റെ ഇതിൽ പോയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയങ്ങളിൽ ഞാനിങ്ങനെ സോപ്പ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ അവർ സഹകരിച്ച് എൻ്റെ അടുത്ത് എല്ലാ സാധനങ്ങളും മേടിക്കാനും എല്ലാം അവിടെ വന്ന ജനങ്ങളെല്ലാം എന്നോട് സഹകരിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് അതുപോലെ കോച്ച് പറയുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ അത് കുടിച്ച് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം വന്നു, എൻ്റെ ശരീരത്തിൽ വ്യത്യാസം വന്നു, അതുപോലെ എൻ്റെ ഉറക്കത്തിൽ വ്യത്യാസം വന്നു, എൻ്റെ വേദനകൾക്ക് വ്യത്യാസം വന്നു. അങ്ങനെ ആയപ്പോൾ എനിക്ക് നല്ല ഒരു എനർജി ഇല്ല പോലെ, ഇങ്ങനെ എണ്ണിച്ചാൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് എണ്ണിക്കേണ്ട നല്ല എനർജിയോട് എഴുന്നേൽക്കാനും എല്ലാം വർക്കൗട്ട് ചെയ്യാനും എല്ലാം പറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ച ഒരു വ്യത്യാസമാണ്. അങ്ങനെയാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി വിചാരിച്ചത്. 83 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാനിപ്പോൾ ഒരു 7-8 kg ഞാൻ കുറച്ചിട്ടുള്ളൂ. ഞാൻ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യാത്ത കൊണ്ടാണ് അത് എനിക്ക് കുറയ്ക്കാൻ പറ്റാത്തത്. കാരണം തനിക്ക് പോവും, അങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളിൽ നമുക്ക് കറക്റ്റായ രീതിയിൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിന്. എന്നാലും ആ ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടും ഞാൻ ഇത്രയും കുറയ്ക്കാൻ പറ്റി എനിക്ക്. പിന്നെ കുറേ പ്രശ്നങ്ങൾ ഈ ഉച്ച സമയമാകുമ്പോഴത്തേന് ഷുഗർ കുറഞ്ഞിട്ടോ എന്താണെന്നറിയില്ല, എനിക്ക് ശരീരമെല്ലാം ഭയങ്കരമായിട്ട് വിറയ്ക്കുമായിരുന്നു. അപ്പോൾ ആ അവസ്ഥയ്ക്കും എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. അങ്ങനെ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ച ഒരു
ഞാൻ അനുഭവിച്ച ഒരു വ്യത്യാസമാണ് എന്നെ അതിൽ പിടിച്ചു നിർത്തിയത്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല, ഉണ്ടാവണമെന്നും ഇല്ല. കാരണം ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ച് എനിക്ക് കിട്ടിയ വ്യത്യാസം മറ്റുള്ളവർക്ക് കിട്ടണമെന്നും ഇല്ല. എനിക്കറിയില്ല, അത് ഓരോരാൾക്ക് ഓരോ രീതിയാണ്. പക്ഷേ ഇത് കഴിച്ച ഓരോരുത്തർക്കും നല്ല വ്യത്യാസമുണ്ട്. അവരുടെ ക്ഷീണം മാറുന്നു, അവർക്ക് വേദനകൾ, നടുവേദന ഉണ്ടായവർ, ഇങ്ങനെ പല ഇതിലും അവർക്ക് വ്യത്യാസം കണ്ടിട്ട് അനേകർ ഇതിൽ നിലനിൽക്കുന്നു. ഇപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് അസുഖങ്ങളും അതും ഇതും വരുമ്പോൾ ഈ 95 രാജ്യങ്ങൾ ഈ ഹെർബൽ ലൈഫിൻ്റെ ഇത് ഉണ്ട്. ഹെർബൽ ലൈഫ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ എത്രയോ മില്യൺ കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മോശപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത്രയും കാലം ഇത് മുന്നോട്ട് ആരെങ്കിലും കൊണ്ടുപോവോ? എങ്ങനെ ജീവനെ പണയം വെച്ചിട്ട് ആരെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കുമോ? ഇല്ലല്ലോ. കാരണം നമ്മൾ മരിച്ചാലും സാരമില്ല, പണം ഉണ്ടാവണം പറഞ്ഞാൽ പണത്തിനെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റുമോ? ഈ നമ്മൾ ആ ജീവനെ നശിപ്പിച്ചിട്ട് ആ പണം കൊണ്ട് ജീവനെ നേടാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് ഇപ്പം ഇങ്ങനെ ഇത് പറക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ആരിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിന് ഒന്നും പിന്നെ അത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ ഒന്നും ഞാൻ പറയുന്നില്ല. അവരവരുടെ അവസ്ഥ അവരവർക്കേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലും എൻ്റെ ജീവൻ പോയാലും ഞാൻ രോഗിയായി തീർന്നാലും സാരമില്ല, പണം ഉണ്ടാക്കണമെന്നില്ല, ഒരു എന്താ പറയുക, പണം ഉണ്ടാക്കണമെന്നില്ല ആഗ്രഹത്തോട് ആരോഗ്യം നശിപ്പിച്ചിട്ട് മുന്നോട്ട് പോവുമോ? ഇത് ബിസിനസ്സായാലും എന്തായാലും ആയിക്കോട്ടെ. പക്ഷേ അവർ നമുക്ക് ജീവിതം ഇല്ലാണ്ട് എന്ത് പണം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അപ്പോൾ അത് ഇത്രയും നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മനുഷ്യനും നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് ഇത് കഴിച്ചിട്ട് പല രോഗങ്ങളും വരുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് കഴിക്കാണ്ട് തന്നെ എത്ര ആൾക്കാർ രോഗികളായിട്ടുണ്ട്, അതൊന്നും നമ്മൾ നോക്കുന്നില്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്, അതൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. ഇത് കഴിക്കാതെയും അനേക രോഗികൾ നമ്മളെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എത്രയോ നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ എല്ലാം, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റും കൂടി നമുക്ക് പറയണ്ടേ? അങ്ങനെ പറയുമ്പോഴല്ലേ അതിൽ അങ്ങനത്തെ ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാർ അതിനെ പ്രതികരിക്കുക. ഇതാരെയും വിമർശിക്കാനോ ഇതാക്കാനോ അല്ല, എൻ്റെ അനുഭവമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറയുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്.